PV അൻവറിന്റെ ഉദ്ദേശം വ്യക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അൻവറിന് നേരത്തെ സംശയമുണ്ടായിരുന്നു. സംശയിച്ച പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരായ ആരോപണങ്ങൾ തള്ളുന്നു. പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം തൃപ്തനല്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിക്കും LDFിനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല LDFിൻ്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുന്നത് നാം കേട്ടു. ഉദ്ദേശം വ്യക്തമാണ്. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു. സ്വയമേവ പ്രഖ്യാപനവും നടത്തി. LDFിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാകും. പക്ഷെ ആ കാര്യങ്ങളിലേക്കാകെ ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. പിന്നീടൊരു ഘട്ടത്തിൽ വിശദമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ്. ഇപ്പോൾ പാർട്ടിക്കും LDFിനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിൻ്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. അത് പൂർണ്ണമായും LDFിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതിനൊന്നും ഇപ്പോൾ വിശദീകരണമില്ല. ഡൽഹിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അവിടെ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമാണിത്. നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അത് എന്ന് പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ട്. മാത്രവുമല്ല, സംസ്ഥാനത്തെ ഒരു സിറ്റിംഗ് MLA, അതും ഇടത് MLA ആണ്, ഇടത് സർക്കാരിനെതിരെ ഇത്രയും വലിയൊരു വിവാദം അല്ലെങ്കിൽ വലിയ ആരോപണങ്ങളുമായി എത്തിയിരുന്നത്. കാരണം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ ഉന്നയിച്ചത് ഗൗരവതരമായ വിഷയങ്ങളായിരുന്നു. അത് മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മരുമകനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി റിയാസ് ഒരു മരുമകനായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തിന് കൂടുതൽ വില നൽകുന്നു, മറ്റുള്ളവർക്കൊന്നും പാർട്ടി പ്രവർത്തനം വേണ്ടേ എന്നെല്ലാം അദ്ദേഹം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും ചില ഗൗരവതരമായ ആരോപണങ്ങളാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെയാണ്. ഇത്രയും വലിയ വിവാദങ്ങളിൽ പെട്ടിരിക്കുമ്പോഴും തള്ളിക്കളയുകയാണ് എന്ന ഒറ്റ വാക്കിൽ ഉത്തരം നൽകി മടങ്ങുകയാണോ മുഖ്യമന്ത്രി? ദേവിക, കാര്യമായൊരു പ്രതികരണം ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയില്ല. രാവിലെ CPM പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കുന്നതിനായി കേരള ഹൗസിൽ നിന്നും ഇറങ്ങുന്ന ഘട്ടത്തിലാണ് മാധ്യമങ്ങളോട് ഒരു 1.5 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയെയും അതോടൊപ്പം തന്നെ LDFിനെയും തകർക്കുവാൻ കാലാകാലങ്ങളായി ചിലർ നടത്തുന്ന അതേ ഭാഷ, അതേ ശൈലിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ അൻവറിന്റെ പ്രവർത്തനങ്ങളിൽ സംശയമുണ്ടായെന്നും അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതിലുപരിയായി അൻവർ ഉന്നയിച്ച വിഷയത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. എന്തായാലും നിലവിൽ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇപ്പോൾ ഡൽഹി AKG ഭവനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കേരള ഹൗസിൽ കാണുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ നിലപാട് കൃത്യമായി തന്നെ വിശദീകരിക്കുമെന്നാണ് CPM നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവിക.
ശരി, ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.